കാർഷിക വാർത്തകൾ. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ. സംസ്ഥാനത്ത് രാസവളക്ഷാമം രൂക്ഷം. പ്രതിസന്ധിയിൽ കർഷകർ. കഴിഞ്ഞ 3 മാസമായി രാസവളങ്ങൾക്ക് വിപണിയിൽ കടുത്ത ക്ഷാമമാണ്. മിക്ക ഇനങ്ങൾക്കും 250 മുതൽ 300 രൂപ വരെ വിലയും കൂട്ടിയിട്ടുണ്ട്. വളം വാങ്ങാൻ പരിധിയില്ല. വളം നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവാണ് വിലവർധനയിലേക്കും ക്ഷാമത്തിലേക്കും നയിച്ചതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കിലോയ്ക്ക് 1500 രൂപയ്ക്ക് കിട്ടിയിരുന്ന പൊട്ടാഷ് 1800 രൂപയായിട്ടുണ്ട്. സമാനമായി മറ്റു വളങ്ങളിലും വിലവർധനയുണ്ട്. തുക ഉയർത്തിയതിനു പുറമെ വളം ഡിപ്പോകളിൽ വളമെത്തിക്കുന്നതിനുള്ള ട്രാൻസ്പോർട്ട് ചാർജ് വളം കമ്പനികൾ നൽകാത്തതും വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കാപ്പി, നെല്ല്, കുരുമുളക്, വാഴ എന്നിവയുടെ വളം ചെയ്യേണ്ട സമയത്താണ് ക്ഷാമം എന്നതാണ് കർഷകരെ വലയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊച്ചിയിൽ നടന്നുവന്ന ആഗോള തേക്ക് സമ്മേളനം സമാപിച്ചു. ചെറുകിട കർഷകർക്ക് കൂടുതൽ സാങ്കേതിക പിന്തുണയും വിപണി സാധ്യതകളും ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾക്ക് മുൻതൂക്കം നൽകും. സുസ്ഥിര തേക്ക് ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യാപാര അവസരങ്ങൾ വികസിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള 9 പ്രധാന ശുപാർശകളോടെയാണ് 5ാമത് ലോക തേക്ക് സമ്മേളനം അവസാനിച്ചത്. പരമ്പരാഗത ഏകവിള കൃഷിക്ക് പകരം സമ്മിശ്ര വിളത്തോട്ടങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, കാർഷിക വനവൽക്കരണ ഉൽപാദന സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഗവേഷണത്തെ പിന്തുണയ്ക്കുക, സർവേകൾക്കും നിരീക്ഷണത്തിനുമായി കൃത്രിമ ബുദ്ധി പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നതിന് ക്ലോണൽ തോട്ടങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പ്രധാന ശുപാർശകൾ. തേക്ക് കർഷകരെയും വ്യാപാരികളെയും വ്യവസായ പങ്കാളികളെയും ബന്ധിപ്പിക്കുന്ന അന്താരാഷ്ട്ര ശൃംഖലയായ ടീക്ക് നെറ്റ് വികസിപ്പിക്കുന്നതിനും സമ്മേളനം ഊന്നൽ നൽകി. ഇന്റർനാഷണൽ ട്രോപ്പിക്കൽ ടിംബർ ഓർഗനൈസേഷൻ, ടീക്ക് നെറ്റ്, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ സംയുക്തമായാണ് ലോക തേക്ക് സമ്മേളനം സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചെല്ലാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് കരിക്കാടി ചെമ്മീൻ ചാകര. ഇതോടെ വിലയിൽ കനത്ത ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ചെല്ലാനം ഫിഷിംഗ് ഹാർബറിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് കരിക്കാടി ചെമ്മീൻ ചാകര. ആർത്തുങ്കൽ മുതൽ പള്ളിത്തോട്, ചെല്ലാനം എന്നിവിടങ്ങളിൽ നിന്ന് ഹാർബറിൽ നിന്ന് പോയ എല്ലാ വള്ളങ്ങൾക്കും കരിക്കാടി ചെമ്മീനാണ് ലഭിച്ചത്. ഇതോടെ കരിക്കാടി ചെമ്മീൻ വില കിലോഗ്രാമിന് 110 രൂപയായി കുറഞ്ഞു. അപൂർവമായാണ് വൻതോതിൽ കരിക്കാടി ചെമ്മീൻ ചാകര ലഭിക്കുന്നത്. ഏതു മത്സ്യവും ധാരാളമായി ലഭിക്കുമ്പോൾ മീനിന് വിലയിടിയുന്നത് പതിവാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. ഹാർബറിൽ നിന്ന് ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ വാഹനങ്ങളിൽ ടൺ കണക്കിനാണ് കൊണ്ടുപോയത്. മത്സ്യങ്ങൾക്ക് വില കുറയാതെ ലഭിച്ചാൽ മാത്രമേ മത്സ്യത്തൊഴിലാളികൾക്ക് ഗുണകരമാകൂ. ആലപ്പുഴ, ആർത്തുങ്കൽ മുതൽ ചെല്ലാനം വരെയുള്ള ഏതാണ്ട് 250ഓളം വള്ളങ്ങളാണ് ചെല്ലാനം ഹാർബർ കേന്ദ്രീകരിച്ച് മീൻ പിടിക്കാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ പയർവർഗ്ഗങ്ങളുടെ ഇറക്കുമതി മൂല്യത്തിൽ ഇടിവ്. ഏപ്രിൽ ഓഗസ്റ്റ് കാലയളവിൽ 52% കുറവാണ് രേഖപ്പെടുത്തിയത്. ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ഇറക്കുമതി $841 മില്യൺ. കഴിഞ്ഞ വർഷം ഇത് $1.762 ബില്യൺ ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് വാങ്ങലുകൾക്ക് ശേഷം ഡിമാൻഡ് കുറഞ്ഞതും ആഭ്യന്തര വിപണിയിലെ വിലക്കുറവുമാണ് ഇറക്കുമതി കുറയാൻ കാരണമായത്. തുവരപ്പരിപ്പൊഴികെ മറ്റ് എല്ലാ പയർവർഗ്ഗങ്ങളുടെയും ഇറക്കുമതി ഏപ്രിൽ മുതൽ ജൂലൈ കാലയളവിൽ കുറഞ്ഞു. അതേസമയം സെപ്റ്റംബർ 12 കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഖാരിഫ് പയറുവർഗ്ഗങ്ങളുടെ വിസ്തീർണം ഒരു വർഷം മുൻപ് 117.25 ലക്ഷം ഹെക്ടർ ആയിരുന്നത് 118 ലക്ഷം ഹെക്ടറായി നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.